മനസ്സിൽ മോളുടെ ഓർമ്മ വന്ന് തിങ്ങുമ്പോ ഞാനും വന്ന് നിൽക്കും ഇവിടെ. ഒരു പിടി മണ്ണെടുത്ത് ഇതുപോലെ എന്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അനുഭവയോഗമില്ലാത്ത 2 ജന്മങ്ങളാ മണി നമ്മള്. പിന്നെ കരഞ്ഞിട്ടെന്താ കാര്യം? മരണം മോക്ഷമാണെന്ന് കരുതി സമാധാനിക്കാം. ഈ കുടുംബത്തിലുണ്ടായിരുന്നവർക്കൊക്കെ എന്തോ ശാപമുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. നമ്മുടെ കാര്യം ഇങ്ങനെ. കുറച്ചു ദിവസം മുമ്പ് ജയദേവന്റെ ഭാര്യ ഗീത വന്നിരുന്നു ഇവിടെ. വിശ്വേട്ടനെ തിരക്കി. അവള് തന്നെയാ എന്നെ തേടിപ്പിടിച്ച് ഇങ്ങോട്ട് എത്തിച്ചത്. അപ്പോ ജയദേവന്റെ കാര്യമൊക്കെ അറിഞ്ഞോ? ഒക്കെ ഗീത പറഞ്ഞു. ഞാൻ ചെന്ന് ജയദേവനെ കാണുകയും ചെയ്തു. ആണോ? എന്നിട്ടെന്താ വിശേഷം? ജയദേവൻ ഗീതയെ മോളെ സ്വീകരിക്കൂ? അതെങ്ങനെയാ മണി? അവൻ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച കാര്യമൊന്നും ഗീത പറഞ്ഞില്ലേ? അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. എന്നാലും ഒരു മോളുണ്ടെന്നറിഞ്ഞ ജയദേവന്റെ മനസ്സ് മാറുമെന്നാ ഞാൻ കരുതിയേ. ഇല്ല മണി, ഗീതയുടെ കാര്യം സംസാരിക്കാൻ പോലും ദേവന് താല്പര്യമില്ല. അപ്പൊ പിന്നെ അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത മകളുടെ കാര്യം എങ്ങനെ പറയും? ആ കുട്ടിക്കാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പോയേ തീരൂ എന്ന് വാശി. അത് ഗീതയും പറഞ്ഞു. പാവം. വിശ്വേട്ടൻ മനസ്സ് വെച്ച മോൾക്ക് അച്ഛനെങ്കിലും കിട്ടുമെന്നായിരുന്നു അവളുടെ പ്രതീക്ഷ. ഇനിയിപ്പോ എന്ത് ചെയ്യും വിശ്വേട്ട? ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയെ കാണാനുള്ളൂ. സത്യം മറച്ചുവെച്ച് കുട്ടിയെ ദേവന്റെ അടുത്ത് വളർത്താൻ ഏൽപ്പിക്കുക. അതെങ്ങനെ? അങ്ങനെ ഏതെങ്കിലും കുട്ടികളെയൊക്കെ അവനെടുത്ത് വളർത്തുവോ? ഞാൻ പറഞ്ഞ വളർത്തും. അത് നമ്മുടെ ജുഷമോളാണെന്ന് കൂടി പറഞ്ഞാൽ പൊന്നുപോലെ വളർത്തും. എന്നുവച്ചാ? അതേ മണി, ജുഷമോള് നമ്മളെ വിട്ടുപോയ കാര്യം അവൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാനൊട്ട് പറഞ്ഞുമില്ല. അതുകൊണ്ട് അവന്റെ കുഞ്ഞിനെ നമ്മുടെ കുഞ്ഞാണെന്ന് കരുതി അവൻ വളർത്തിക്കോട്ടെ. എന്ത് മഹാബാബ ഏട്ടൻ പറയുന്നത്? മരിച്ചുപോയ എന്റെ മോള് ഇവിടെയെങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് കഴിഞ്ഞോട്ടെ. അതിന്റെ പേരിൽ ഒരു ആൾമാറാട്ടത്തിനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഒരു നല്ല കാര്യത്തിനല്ലേ മണി? മോളുടെ ആത്മാവിന് അതുകൊണ്ട് ശാന്തിയെ ലഭിക്കൂ. വേണ്ട വിശ്വട്ട, എന്റെ മോളിപ്പോ നിത്യശാന്തി തന്നെയാ. അത് മതി. ഇനി അത് പറഞ്ഞാ പറ്റില്ല മണി. നമ്മുടെ മോളിപ്പോ ജയദേവനോടൊപ്പം വളരുക. അവളെ അവൻ സ്വന്തം മകളാണെന്ന് മനസ്സിലാക്കുന്നത് വരെയെങ്കിലും നീ അവൾക്ക് അമ്മയായേ പറ്റൂ. വന്നല്ലോ. പെട്ടി എടുത്തോളൂ. അതൊക്കെ എന്തോരം ഡ്യൂട്ടി പെട്ടതാ. ടാക്സിക്കാരൻ വളയം പിടിച്ചാൽ മതി കേട്ടോ. ആ ആ അടയ്ക്ക് അടയ്ക്ക്. ആ വിട്ടോ വിട്ടോ. Hey, welcome back to the most happening singer around. പോയില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായി പോയെന്നെ ജെഡി. താങ്ക്സ്. എന്നെ നിർബന്ധിച്ച് ബോംബെക്ക് അയച്ചതിന് 1000 താങ്ക്സ്. Hey, come. ജെഡി, I bought you something. What? Can you guess? No? No? No idea. This for you. Oh, Mont Blanc. Thank you. ഇനി ഇതിലൂടെ ആവണം ജെഡിയുടെ അക്ഷരപ്രവാഹം. Beautiful. ഡ്യൂട്ടി ഫ്രീന്ന് വാങ്ങിയതാ. ഇഷ്ടായോ ജെഡിക്ക്? Good piece. ആരാ ഇത്? ഇതൊരു പുതിയ ആളാ. ഞാൻ പറഞ്ഞില്ല ഒരു സർപ്രൈസ്. നീ വന്ന്.
ഞാൻ പറയാറില്ലേ എൻ്റെ ഏട്ടനെ പറ്റി, വിശ്വേട്ടൻ. മിനഞ്ഞാന്ന് ഇവിടെ വന്നിരുന്നു, ഒരു ദിവസം താമസിച്ചു. കാവ്യൊക്കെ കൊടുത്ത് ഒരു സന്യാസി. ഇവള് ഏട്ടൻ്റെ മോളാ. ഇനി ഇവൾ ഇവിടെ ആയിരിക്കും നമ്മളോടൊപ്പം. ഓ, എന്താ മോളുടെ പേര്? ജിഷ. പഠിക്കുകയാണോ? അതെ. മോളകത്തേക്കല്ലേ? വിശ്വേട്ടന്റെ മോളെ എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഉം. ഞാൻ വരുന്നത് വരെയെങ്കിലും ഏട്ടനെ ഇവിടെ നിർത്താമായിരുന്നു. ജെഡിയുടെ ജീവിതകഥ കേട്ടപ്പോ തന്നെ എന്നെങ്കിലും നേരിൽ കാണുമെന്ന് ഞാൻ ആഗ്രഹിച്ച ക്യാരക്ടറാ വിശ്വേട്ടൻ. കാണാം, വിശ്വേട്ടൻ വരും. ഉം. ജിഷ പഠിക്കാനൊക്കെ മിടിക്കുകയാണോ? മോശമാൻ വഴിയില്ല, വിശ്വേട്ടൻ്റെ മോളല്ലേ. തുടർന്ന് പഠിക്കാൻ താല്പര്യമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഇവിടെ കൊണ്ട് നിർത്തിയത്. ഞാൻ ഓർക്കായിരുന്നു ജെഡി, ഒരു കാലത്ത് കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച വിശ്വേട്ടൻ എങ്ങനെയാ ഇപ്പോ സ്വന്തം മകളെയും ഭാര്യയൊക്കെ ഉപേക്ഷിച്ചിട്ട് സന്യാസിയാകാൻ കഴിയുക? ബന്ധങ്ങളിൽ നിന്നൊരു ഒളിച്ചോട്ടം വിശ്വേട്ടൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചല്ല. അച്ഛൻ മരിച്ചപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് കുടുംബം നോക്കി വിശ്വേട്ടൻ എന്നെ പഠിപ്പിച്ചത്. ഒന്നും തിരിച്ചു കൊടുക്കാനായില്ല, ഒന്നും. എന്തായാലും ഒരു നിയോഗം പോലെ ഇപ്പൊ അതിനൊരു അവസരം കിട്ടിയില്ലേ ജെഡിക്ക്? ഏട്ടൻ്റെ മോളെ, എൻ്റെ ആ പഴയ ജിഷ മോളെ ഒരു നിലയിലെത്തിക്കാൻ കഴിയാന്നുള്ളത് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതണം. ഭാഗ്യം തന്നെയാണ്. തീർച്ചയായിട്ടും. ഒരിക്കലും ബന്ധങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ജെഡിക്ക് തോന്നിയത് ഒരുപക്ഷെ നമ്മൾ ഒരുമിക്കണമെന്ന് വിധിയുള്ളത് കൊണ്ട് മാത്രമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞതും കടമകളും ഒക്കെ മറക്കണമെന്ന് ഒരിക്കലും ഞാൻ ജെഡിയോട് പറയില്ല. ഈ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം അത് മരണം വരെ ഇവിടെ ഉണ്ടായാൽ മാത്രം മതി. എന്തായാലും ഇങ്ങനൊരു ചതി എന്നോട് വേണ്ടായിരുന്നു വിശ്വേട്ട. വീണ്ടും പോവാനായിരുന്നെങ്കിൽ വിശ്വേട്ടൻ എന്തിനാ തിരിച്ചു വന്നേ? എന്റെ മോളുടെ പേരിൽ നിങ്ങൾ ചെയ്തു വെച്ച കള്ളക്കളികൾക്ക് കൂട്ടു നിൽക്കണോന്ന് പറയാനോ? നമ്മുടെ ജിഷമോളാണെന്ന് പറഞ്ഞ് ജയയെ ദേവന്റെ അടുത്ത് എത്തിച്ചപ്പോ ആ വിവരം നിന്നെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. അറിയിച്ചു. നാളെ നിനക്ക് വേണമെങ്കിൽ ആ രഹസ്യം പൊളിച്ച് ജയയുടെ ഭാവി തകർക്കാം. മകൾക്ക് അച്ഛനെ കിട്ടണമെന്ന് ആഗ്രഹിച്ച ഗീതയുടെ മനസ്സും തകർക്കാം. ഞാൻ ആരുടെ ഒന്നും തകർക്കാൻ പോണില്ല. നിധി കാക്കുന്ന ഭൂതത്തെ പോലെ എനിക്ക് ഈ വീടിന് കാവലിരിക്കാനും വയ്യ. ഞാനും വരുന്നു വിശ്വേട്ടന്റെ ഒപ്പം. എന്റെ ഒപ്പോ? എങ്ങോട്ട്? എങ്ങോട്ടായാലും എനിക്ക് ജീവിതം അടുത്തു. സ്വപ്നത്തെ പോലും പ്രതീക്ഷിക്കാതെ തിരിച്ചു വന്നത് കണ്ടപ്പോ ഞാൻ കരുതി എന്റെ ഒപ്പം ഇനി എന്നും ഉണ്ടാവുമെന്ന്. ഇല്ല മണി, എന്റെ മാർഗം വേറെയാ. അതിനീ മനസ്സിലായില്ലേ നിനക്ക്? ഇല്ല. എന്താ വിശ്വട്ടന്റെ മാർഗം? സന്യാസോ? ആശ്രമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഗൃഹസ്ഥാശ്രമമാണെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. അവിടുന്ന് തോറ്റോടുന്നവർക്കുള്ളതാവും സന്യാസം, അല്ലേ? നിനക്ക് എന്തു വേണമെങ്കിലും പറയാം, കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ തിരിച്ചു വിളിക്കുക മാത്രം ചെയ്യരുത്. വിളിച്ചിട്ടല്ലല്ലോ ഇപ്പൊ വന്നത്. ബന്ധങ്ങളെ മടുത്തതുപോലെ ഈ യാത്രയും അടുത്ത് വിശ്വട്ടൻ തിരിച്ചു വരുമെന്ന് എനിക്കറിയായിരുന്നു. ഇനിയും ഞാൻ കാത്തിരിക്കും. എനിക്കറിയാം ഇവിടെ
ഈ മനസ്സിലല്ലാതെ വിശ്വേട്ടന് മോക്ഷമില്ല. നിന്റെ മനസ്സിന്റെ ഉറപ്പിനെ ഞാനായിട്ട് തളർത്തുന്നില്ല. നിന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ഈ ആത്മവിശ്വാസം നല്ലതാ. പക്ഷേ സ്വന്തം മകളുടെ ആത്മാവിന് ശാന്തി ലഭിക്കാത്തതൊന്നും നീ ചെയ്തു പോകരുത് മണി. മനസ്സിലായില്ല. ജയമോളുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ മകളാണെന്ന് പറഞ്ഞു പോയതിന്റെ പേരില് ആ കുട്ടിയും ജയദേവനും തമ്മിലുള്ള ബന്ധത്തിന് നീ കാരണം എന്തെങ്കിലും ഉലച്ചിൽ സംഭവിച്ചാൽ നിന്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടുകയില്ല. ഞാൻ പോട്ടെ. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകാനിടയില്ല. നമ്മുടെ മകളെന്ന് വിശ്വസിച്ച് ദേവൻ വളർത്തുന്ന ജയമോളെ അതേ മനസ്സോടെ നിനക്കും കാണാൻ കഴിയുമെങ്കിൽ ആ മകളെ കാണാൻ എനിക്ക് വരേണ്ടി വരും. വിശ്വട്ടൻ കയറിയിരിക്കേ. കൈ കഴുകിയിട്ട് ഇപ്പൊ വരാം ഞാൻ. ഇരിക്കണമൊന്നുമില്ല ഗീതേ. ഇതുവഴി പോകേണ്ട കാര്യം വന്നപ്പോൾ ഒന്നും കൂടി കയറിയെന്നേ ഉള്ളൂ. മോളുടെ കാര്യങ്ങളൊക്കെ ഹമീദ് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നാലും വിശദമായിട്ടൊന്നും അറിയാഞ്ഞിട്ട് എന്റെ മനസ്സിൽ തീയ. വിശ്വട്ടിന് പിന്നെ ഇങ്ങോട്ട് കണ്ടതും ഇല്ലല്ലോ. വീട്ടിലൊന്ന് പോണെന്ന് തോന്നി മണിയെ കാണാൻ. എന്നിട്ട് പോയി കണ്ടോ? ആ, കണ്ടപ്പോ ധർമ്മസങ്കടത്തിലായി ഞാൻ. ഇത് പൂർവാശ്രമത്തിലെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യേണ്ട കാലമാണെന്ന് തോന്നുന്നു. ഗീത വന്ന് വിളിച്ചത് കാരണം അങ്ങനൊരു പുണ്യം കൂടി ചെയ്യാൻ കഴിഞ്ഞു. ആ, വീണ്ടും ആശ്രമത്തിൽ കഴിഞ്ഞ് മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരവസ്ഥയിലാ ഞാൻ. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കയറി ഇരുന്നിട്ട് പോയാ പോരെ? ആ, ആദ്യമായിട്ട് മുൻപിൽ ചെന്നപ്പോ മോള് ദേവേട്ടന്റെ കാല് തൊട്ട് വന്നിച്ചു എന്ന് ഹമീദക്ക പറഞ്ഞു. മനസ്സ് വിട്ട് അവള് വേറെന്തെങ്കിലും അബദ്ധം കാട്ടിയോ? നല്ല മനസ്സുറപ്പോടെ തന്നെയാ അവള് പെരുമാറിയത്. അപ്പോ സംശയത്തിന് വഴി കൊടുക്കാതെ അവൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും അല്ലേ? എന്നാ എന്റെ വിശ്വാസം. എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചല്ലോ നിന്റെ മോളെ. ഇനിയൊക്കെ വിധി പോലെ വരട്ടെ. ഒറ്റയ്ക്കായിപ്പോയതിന്റെ പ്രയാസം നിന്റെ മുഖത്ത് കാണാനുണ്ട്. സാരല്ലേ വിശ്വട്ട, എന്റെ മോൾക്ക് അവളുടെ അച്ഛനെ കിട്ടുമെങ്കിൽ ഇതെന്റെ വിധിയാന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. എല്ലാം നല്ലതിനാണെന്ന് കരുതിയാലും സമാധാനം കിട്ടും. ആ, ചോദിക്കാൻ മറന്നു, ദേവേട്ടിന് കൂടെയുള്ളവൾ എങ്ങനെയാ? എന്റെ മോളവിടെ ചെന്നതിൽ എന്തെങ്കിലും ഇഷ്ടക്കേട്? അത് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവരവിടെ ഉണ്ടായിരുന്നില്ല. ബോംബെയില് ഏതോ സിനിമയ്ക്ക് വേണ്ടി പാടാൻ പോയിരിക്കുകയായിരുന്നു. അപ്പോ ഇതുവരെ വിശ്വട്ടിന് അവളെ കണ്ടിട്ടില്ലേ? ഇല്ല, ഫോട്ടോ കണ്ടു. പിന്നെ ദേവൻ പറഞ്ഞ അറിവേ ഉള്ളൂ. കേട്ടിടത്തോളം കുഴപ്പക്കാരിയാണെന്നൊന്നും തോന്നുന്നില്ല. എന്നാലും ഒരിക്കൽ കൂടി വിശ്വട്ടിന് അവിടെ പോയി എന്റെ മോളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയണം. ഇത്രയും നാളും എന്റെ നിഴലിൽ മാത്രം കഴിഞ്ഞ കുട്ടിയല്ലേ. ആളും തരവും നോക്കി പെരുമാറാനൊന്നും അറിയില്ല. എന്നും അമ്മയുടെ ചിറകിന്റെ അടിയിൽ തന്നെ നിൽക്കാൻ കഴിയുമോ പെൺകുട്ടികൾക്ക്? എന്നെങ്കിലും ഒരുത്തന്റെ കൈയും പിടിച്ച് ഇറങ്ങേണ്ടി വരില്ലേ? ഇത്തിരി വിട്ടു നിന്നൊക്കെ ഒന്ന് പരിചയമാവുന്നത് നല്ലതാ.
വിഷമിക്കണ്ട. ഇനിയൊരിക്കലും മോളുടെ കാര്യം ഞാൻ അന്വേഷിക്കില്ലെന്നല്ല പറഞ്ഞതിനർത്ഥം. വെറും ഒരു കടമ നിറവേറ്റാൻ വേണ്ടി മാത്രമല്ല ഞാൻ അവളെ അവിടെ കൊണ്ടാക്കിയതെന്ന് നിനക്കറിയാലോ. അവളിപ്പോ എന്റെയും കൂടി മോളാ. അപ്പോ എന്റെ കണ്ണും മനസ്സും എപ്പോഴും അവിടെ ഉണ്ടാവും, ലക്ഷ്യം കാണുന്നത് വരെ. വന്നേ പിന്നെ അച്ഛനെ പുറത്തോട്ട് കാണാനേ ഇല്ല. അതെങ്ങനാ? അച്ഛൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് മിണ്ടാന്ന് വെച്ചാ അപ്പോഴേക്കും ആ എൽദോ ചാടി വീഴും. ഇങ്ങനെ പോയാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെ വെറുതെ ആവും. ഉടനെ എന്തെങ്കിലും ചെയ്യണം. റെക്കോർഡിംഗ് കഴിഞ്ഞ് തിരിച്ച് ഹോട്ടൽ മുറിയിൽ എത്തുമ്പോൾ വല്ലാതെ ഒറ്റയ്ക്കായ പോലെ തോന്നും. ജെഡി ഒന്ന് വിളിച്ചാലോ എന്ന് ആലോചിക്കും. അങ്ങനെ വെറുതെ നമ്പർ ഡയൽ ചെയ്യും, പിന്നെ കട്ട് ചെയ്യും. എന്താ എന്നെ അങ്ങോട്ട് വിളിച്ചാലെന്ന് വിചാരിക്കും. അങ്ങനെ മനസ്സിലൊരു ഈഗോ ഒക്കെ വർക്കൗട്ട് ചെയ്ത് ജെഡിയോട് പിണങ്ങി തണുത്ത് മരവിച്ച് അങ്ങനെ കിടക്കും. പിന്നെ ക്ഷീണത്തിനും ഉറങ്ങിപ്പോവും. അതിലും വിചിത്രമായിരുന്നു എൻ്റെ കാര്യം. രാത്രി വൈകും വരെ നിന്റെ പാട്ട് കേൾക്കും, പിന്നെ കളപ്പുരയിലേക്ക് നടക്കും. നമ്മുടെ യക്ഷിയോട് നിന്നെപ്പറ്റി പറയും. എൽദോയ്ക്ക് ഉറപ്പായി എന്നെ യക്ഷി ആവേശിച്ചിട്ടുണ്ട്. ഓ, ഒരു യക്ഷിയും ആവേശിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ജെഡി കളിയായിട്ട് പറയുമ്പോ പോലും മനസ്സിലൊരു അകാരണമായ ഭയം. സത്യത്തിൽ നീ ഇല്ലാതിരിക്കുന്ന നിമിഷങ്ങളിലാണ് എത്രമാത്രം എൻ്റെ ഭാഗമാണ് നീ എന്ന് മനസ്സിലാവുന്നത്. റെക്കോർഡിങ്ങുകൾക്കും യാത്രകൾക്കും നമുക്കൊരു അവധി കൊടുക്കാം. നീ ഇല്ലാതെ വയ്യ. നീ അരികിലില്ലാത്തപ്പോൾ അനുഭവിക്കുന്ന ശൂന്യത, ഇറ്റ്സ് അൺബെയറബിൾ. എന്താ ജിഷ? ആര്? ജനലിന്റെ അപ്പുറത്ത് പുഴവക്കിലൂടെ നടന്നു പോകുന്നു. പ്രേതോ? ഏയ്, കുട്ടിയെ എൽദോയെ കണ്ട് പേടിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അയാൾക്കുള്ളതാ രാത്രി മുറ്റത്തോടുള്ള നടത്തം. എന്നെ കുറിച്ച് അപഖ്യാതി പറഞ്ഞാലുണ്ടല്ലോ. ഞാനോ? വേണ്ടാതിനെ പറയരുത്. ഞാൻ അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുഴക്കരയിലോട്ട് നടന്നു പോയിട്ടുണ്ടെങ്കിൽ അതവള ആ മുളങ്കാടിനരികെ ചെന്നിരുന്ന് കാറ്റ് കൊള്ളാനായിരിക്കും. അതെ അതെ, യക്ഷിയുടെ പുതിയ ശീലമാണ് കാറ്റ് കൊള്ളാൻ പോലും. താൻ എൻ്റെ കയ്യിൽ നിന്ന് വല്ലതും മേടിച്ച് കിട്ടും കേട്ടോ. താനാ വെറുതെ ഓരോന്ന് പറഞ്ഞാൽ കുട്ടിയെ പേടിപ്പിക്കുന്നു. ഒന്നുമില്ല, ഏക വട്ട. മോള് പോയി കിടന്നുറങ്ങിക്കോ. അയ്യോ, എനിക്ക് അവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. ഞാൻ ഇവിടെ കിടന്നോട്ടെ. ഞാനൊരു മൂലയ്ക്ക് കിടന്നോളാം. എനിക്ക് പേടിയായിട്ടാ. അല്ല, അതങ്ങനെ ശരിയാവാനാ? ഞാൻ കുരിശുമാല തരാം, അത് കടിച്ചു ചുറ്റിക്കൊണ്ട് കിടന്നാ മതി. ഒരു ദുരാത്മാവും അടുക്കത്തില്ല. വാ എൽദോ, പോ. മോള് നാദരാൻ്റെ കൂടെ ഇവിടെ കിടന്നു. ഒന്നും പേടിക്കണ്ട, അയാൾ പറയുന്നൊന്നും വിശ്വസിക്കുകയും വേണ്ട. ചെല്ലു. വാ മോളെ, ഇവിടെ കിടന്നോളൂ.